നീ എന്താ ഇവിടെ? ആ ചോദ്യം ഞാനാ ചോദിക്കണ്ടേ? ഞാൻ എന്താ ഇവിടെ? കെട്ടിയിട്ട് സമ്മതിക്കുന്നു കരുതിയോ നീ? ഞാൻ ചത്താലും സമ്മതിക്കില്ല. അതെ, നീ വലിയ സത്യവാൻ സാവിത്രിയല്ലേ. നിന്നെ കെട്ടിയിട്ട് സമ്മതിപ്പിക്കുന്ന സീനല്ല ഇവിടെ. അയ്യടാ, പിന്നെ എന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നേ? ഏയ്, നിനക്കത് മെന്റലാണോ? ഞാൻ മറന്നു, നീ അല്ലെങ്കിലേ മെന്റൽ ആണല്ലോ. എനിക്ക് മെന്റലെന്നോ? നിനക്കാ മെന്റൽ. മെന്റൽ ആയതുകൊണ്ട് എങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നേ? നിന്നെ അകത്താക്കിയിട്ട് രണ്ട് പൊട്ടിക്കേണ്ടതായിരുന്നു. ഞാൻ മിണ്ടാതിരിക്കുമ്പോ നീ തലേ കയറുവാണോ? നീ ആരാന്നാണ് ഇതിന്റെ വിചാരം? എന്നെ വാടി വാടി വാടി. പറയുന്നോ നീ? ഓടി വാടി എന്നൊക്കെ വിളിക്കുന്നത്. രണ്ടുപേരും കെട്ടിട്ടിട്ട് നീ കെട്ടിയിട്ടല്ലേ നീ കെട്ടിയിട്ടില്ലേ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കണോ? ബ്രെയിൻലെസ് ടോം ആൻഡ് ജെറി. വഴക്കുണ്ടാക്കാൻ ഒരു കാരണമെങ്കിലും വേണ്ടേ? ഒരു കാരണമില്ലാതെ വഴക്കുണ്ടാക്കിക്കോളൂ അല്ലേ? അതുകൊണ്ട് തന്നെയാ കെട്ടിയിട്ടിരിക്കുന്നത്. നന്ദു ആടാ, ഞാൻ തന്നെയാ. നന്ദു, നിന്നെ അപ്പൊ മറ്റേ രണ്ട് കുരങ്ങളും അവിടെ തന്നെ ഉണ്ടല്ലേ? അതേടാ. എടാ വിവരം കേട്ടോമാരെ, ഈ സമയത്ത് എയർപോർട്ടിലായിരിക്കണം. എന്റെ ഫ്ലൈറ്റ് അങ്ങനെ മിസ്സായോണ്ടല്ലോ. എന്താ ചെയ്യാന്ന് കേട്ടോ? നീക്ക് എവിടെയാണ്? എന്താ ഇത്? ഇതിനെ ഇലക്ട്രിക് ഷോക്ക് എന്നൊക്കെ പറയും കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ? അതെന്താണ് അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾക്ക് ഇതൊന്നും ആയിക്കൂടെ? നിങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഞാനിപ്പോ എന്ത് പറയാനാ? നത്തിങ്. തൻവി മോളെ, നിനക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ മോളെ? ചേച്ചി, എനിക്കെല്ലാം നന്നായിട്ട് മനസ്സിലായി. ദാ ഇപ്പോ നോ ക്വസ്റ്റ്യൻസ്. ഇനി രണ്ടുപേരും നന്നായിട്ടൊന്ന് സെറ്റിലായേ. കാണുന്നുണ്ട് കാണുന്നുണ്ട്, ഇവിടെ എല്ലാം ഞങ്ങൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. കൊള്ളാം, അതും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അവിടെ? സോറിടാ, നിങ്ങളിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഗൈസ്, നിങ്ങളെ രണ്ടുപേരെ വേണമെങ്കിൽ ഒരു റൂമിൽ കെട്ടിയിടാം. പക്ഷെ നിങ്ങളെ കൊണ്ട് പ്രേമിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമില്ലെന്നാ നിങ്ങൾ രണ്ടും വിചാരിക്കുന്നത്. അതുണ്ടെന്നാ ഞങ്ങൾ കരുതുന്നത്. നിങ്ങൾ വഴക്കുണ്ടാക്കുന്ന കണ്ട് രസിക്കാനല്ല ഞങ്ങൾ ഇത് അറേഞ്ച് ചെയ്തത്. വി ആർ പ്രൊവൈഡിങ് വിത്ത് യു മീഡിയം. ഞങ്ങൾ കോളേജിലേക്ക് പോവാ. നിങ്ങൾ ഒന്നിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ? അതെന്തായാലും ഞങ്ങൾ തിരികെ വരുന്നതിന് മുമ്പ് ഡിസൈഡ് ചെയ്യണം. എന്താ വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കണോ? ഇവളുടെ കൂടെയോ? എന്റെ കൂടെയോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എന്നെ കൊണ്ടും പറ്റില്ല. കഷ്ടപ്പെടൊന്നും വേണ്ട, അത് പൊട്ടില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാ പറയുന്നത്, ഒരാളെ കഷ്ടപ്പെടുത്തി അതിന്റെ പാപം അനുഭവിക്കേണ്ടി വരുമെന്ന്. ഓഹോ, അതുകൊണ്ടാണോ നിന്നെ കെട്ടിയിട്ടിരിക്കുന്നത്? നോക്കിയേ, എന്താടി? എന്താ നിന്നെ ഇങ്ങനൊന്നല്ല. എന്റെ അച്ഛനോട് പറഞ്ഞു നിന്നെ അകത്താക്കി രണ്ട് തല്ലു കുടിക്കണം. അപ്പോഴേ മനസ്സിലാവും. ആര്? നിന്റെ അച്ഛനോ? തേങ്ങയാ. 4 ദിവസം കാട്ടിലെ ഇല കഴിച്ചപ്പോ തന്നെ നിന്റെ അച്ഛനൊരു വഴിക്കായി. ഇനി 4 ദിവസം കൂടെ അവിടെ തന്നെ ഇടണം. പിന്നെ ആദിവാസികളെ പോലെ അവരുടെ ഭാഷയിലെ കൊക്കരക്കോ എന്ന് കൂവിക്കൂവി നടക്കും. നിന്റെ അച്ഛനോട് പോയി പറ. എനിക്ക് പേടിയൊന്നുമില്ല. ഇങ്ങോട്ട് തൻവി, പറയുന്നേക്ക്. തൻവി വേണ്ട, പറയുന്നേക്ക് വേണ്ട, ഞാൻ പറയുന്നേക്ക്. എറിയത്. ഓവറായിട്ട് അഭിനയിച്ചതൊക്കെ മതി, നിർത്ത്. ഓക്കേ, ഐ ആം സോറി. യു ബെറ്റർ ബി. വീണ്ടും തുടങ്ങിയോ? നിനക്ക് നാണല്ലേ? നീ എന്നോട് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തിട്ടും എന്റെ വീട്ടിലുള്ള ആൾക്കാരെ അത്ര ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ടും ഞാൻ നിന്നോട് സോറി പറഞ്ഞേ? നിന്നൊക്കെ കൊന്നുകളയേണ്ടതാ. ഇറ്റ്സ് മൈ ഫോൾട്ട്. ഐ ആം റിയലി സോറി. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഐ ആം റിയലി സോറിടാ. ഈ അപ്പോളജി പോരെന്നുണ്ടെങ്കിൽ നീ എന്നെ വീട്ടിലേക്ക് വീണ്ടും ലഞ്ചിന് വിളിച്ചോ. നിന്റെ വീട്ടുകാര് എന്നോട് പ്രതികാരം ചെയ്യട്ടെ. This doesn't fix anything. I still hate you. പക്ഷേ അങ്ങനെ ഒരു കുരുട്ടുപൊത്തി നിനക്ക് എങ്ങനെയാ തോന്നിയത്? ജംഗൽ മേ മംഗല. What kind of a sick person are you, Sanju? ഒരു തവണ ആലോചിച്ച് നോക്കിയേ. ദാറ്റ്സ് എ ബ്രില്യന്റ് ഐഡിയ, യു നോ. എന്നാലും ആ ലെറ്ററിനെ വിശ്വസിച്ച് പോകാൻ നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു. അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും നിന്റെ അച്ഛൻ ആലോചിക്കില്ലേ? പറ്റിക്കുന്നവർ എപ്പോഴും തെറ്റിയണമെന്നില്ല. പറ്റിക്കപ്പെടാൻ ആൾക്കാരുള്ളിടത്തോളം പറ്റിക്കാനും ആൾക്കാരുണ്ടാവും. ഇതുപോലുള്ള കുരുട്ടുപൊത്തി മാത്രം നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാം, മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടി. കറക്റ്റ്. ഇതും എന്റെ തെറ്റ് തന്നെയാ. ഐ ആം സോറി. ഐ ആം സോറിടാ. ഞാൻ ഇത്രയും സോറി പറഞ്ഞില്ലേ?
I don't know. I was really scared. എന്റെ ലൈഫിൽ ഒരിക്കലും അന്നത്തെ പോലെ ഞാൻ പേടിച്ചിട്ടേ ഇല്ല. അത്രമാത്രം ഞാൻ പേടിച്ചുപോയി. ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. എന്നോട് ക്ഷമിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. അത് ചോദിക്കാനുള്ള യോഗ്യത എനിക്കില്ല. ഐ നോ, ആ ദിവസത്തിന് ശേഷം ഐ നോ ഹൗ യു ഫെൽറ്റ്. പ്ലീസ് ഡാ. പ്ലീസ് ഡോണ്ട് ക്രൈ ഡാ. ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്. ഓക്കെ ആണോ? ഐ പ്രോമിസ്. It was this to give me back. No. So how now I get you back? ചില റൂൾസ് പാലിക്കേണ്ടി വരും. Definitely. പാചകം ഞാൻ ചെയ്തോളാം. പാത്രമല്ല നീ കഴുകണം. Okay. തുണിയൊക്കെ നീ തന്നെ അലക്കണം. വീട് നീ തന്നെ വൃത്തിയാക്കണം. ഓക്കെ? അപ്പൊ നീ വേലക്കാരിയെ വെക്കുന്നില്ലേ? അമേരിക്കയിലുള്ള വേലക്കാരികളൊക്കെ എക്സ്പെൻസീവ് അല്ലേ? ഓ, ഇതെല്ലാം അമേരിക്കയിലാണോ? എല്ലാ ജോലിയും ഞാൻ നോക്കുകയാണെങ്കിൽ പിന്നെ നിനക്കെന്ത് ജോലി അവിടെ ഉള്ളേ? ഞാൻ TV കണ്ടോണ്ടിരിക്കും. ഓക്കെ. സർ, നല്ല സീൻ. സോറി, സംഭവം കൊള്ളാം. പക്ഷേ സിനിമയിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വേണം. ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ടായിരിക്കണം. ഇപ്പോ നമ്മുടെ തുളസി എന്തായാലും ഒഴിഞ്ഞു പോയല്ലോ. അപ്പോ ആ തുളസി വന്ന് ഹീറോയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഹീറോയുടെ പാസ്പോർട്ട് അങ്ങ് കത്തിച്ചു കളഞ്ഞു. സോ നാച്ചുറലി ഹീറോ പാസ്പോർട്ട് വാങ്ങാൻ വേണ്ടി എങ്ങോട്ട് പോകും? അലുമിനിയം ഫാക്ടറിയിലേക്ക് പോകും. അങ്ങനെ വരുമ്പോ അവിടെ ഒരു 30 ഫൈറ്റേഴ്സും ചെന്നൈന്ന് ഫൈറ്റ് മാസ്റ്ററും ഒരു സൂപ്പർ ബോംബ് പ്ലാസ്റ്റിക് ഫൈറ്റ് വയ്ക്കണം. അതിനുശേഷം നാച്ചുറലി ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്യുന്നു. അതൊരു ഫ്ലോയിലങ്ങ് പോകും. എനിക്ക് മാത്രം സീൻ അങ്ങനെ ഇരിക്കട്ടെ. കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സർ, എന്തിനാ സർ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നീ അത് ഫിക്സ് ചെയ്തോ കുട്ടി, സൂപ്പർ ആയിരിക്കും. പോയി നീ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വാ. ഇൻഡസ്ട്രി നമുക്ക് മാറ്റിമറിക്കാം. ബിലീവ് മീ. അല്ല സർ, ഹീറോ ക്വസ്റ്റ്യൻ ഈസ് ഇറ്റ്? ഞാൻ എന്തു പറ്റി? നന്നായിട്ടുണ്ട്. കുറച്ച് ചേഞ്ചസ് ഒക്കെ വേണമെന്ന് പറഞ്ഞു. ഇതിനു മുന്നത്തെ 30 മുഖങ്ങളും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ? യാ, ബട്ട് ആക്ഷൻ സീക്വൻസ് വേണമെന്ന്. അതിരിക്കട്ടെ, നിനക്ക് തുളസി ഓർമ്മയുണ്ടോ? ആ, അതെ ഓർമ്മയുണ്ട്. എന്താ? നീ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് നിന്നെ കിഡ്നാപ്പ് ചെയ്തില്ലായിരുന്നോ? അതിനു മുന്നേ എങ്ങാനോ ആ തുളസി പാസ്പോർട്ട് കത്തിച്ചു കളഞ്ഞ് ഏതെങ്കിലും പഴയ അലുമിനിയം ഫാക്ടറിയിൽ പോയി അവനോട്ട് വഴക്കുണ്ടായോ? ചേച്ചേ, അവനോട്ട് എനിക്കെന്ത് വഴക്ക? അവനൊരു ഭ്രാന്തനല്ലേ? ഞാനും അതാ ആലോചിച്ചത്. അവനായിട്ട് നിനക്ക് എന്തിനാ വഴക്ക്? ശരിക്കും ഒരു പോക്കിരി. അവനിൽ ഒരുപാട് കഥയെഴുതി തോന്നുന്നുണ്ടല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഗെറ്റ് ടുഗദർ വെച്ചിട്ട് ഒരുപാട് നാളായില്ലേ. ലെറ്റ്സ് മീറ്റ് അപ്പ് ദിസ് വീക്കെൻഡ്. ആ, കാണാം. എന്താ, എന്തു പറ്റി? ഒന്നുമില്ലടി. നിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് തന്നെ അവളുടെ വീട്ടിൽ പോയി പിക്ക് ചെയ്യണം. മാഡം ദേഷ്യത്തില്ല. ഓ, ഇപ്പോഴും വഴക്കൊക്കെ ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? അതിന് മാത്രം എന്താ പറഞ്ഞേ? ഞാനതിനെന്ത് പറയാനടി? കാലത്ത് കുളിക്കാൻ പോയപ്പോ ടവല് മറന്നുപോയി. അതിനൊരു വഴക്ക്. നിനക്ക് ടവൽ എടുത്തു തരാനാണ് ഞാൻ നിൽക്കുന്നതെന്ന്. ഓ, ഇത്രയും ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്കുണ്ടാക്കുന്നതല്ലോ. അതായത് ഇന്നലെ ഞാൻ മറന്നു വെച്ചോ. മെനഞ്ഞാന്നും അങ്ങനെ തന്നെ ആയിരുന്നു. ശരിയടി, നിന്നോട് തന്നെ മറച്ചു വെച്ചിട്ട് ഒരാഴ്ചയായിട്ട് ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് ജീവൻ എടുക്കുക. പണം കൊടുക്കാം, അവളുടെ അമ്മയുടെ കൂടെ ഷോപ്പിങ്ങിന് പോകാൻ പറഞ്ഞാൽ കേൾക്കില്ല. ഞാനെന്തിനാ അതിന്റെ ഇടയില്? വേസ്റ്റ് ആണോ ക്യാരി ബാഗ് തൂക്കിക്കൊണ്ട് പോവാൻ? അങ്ങനെ പറ. നിന്റെ വിധി ആരെ കൊണ്ട് മാറ്റാൻ കഴിയില്ല. ഫ്രൈഡേ ഫോൺ ചെയ്യാം, സാറ്റർഡേ രാവിലെ ഫോൺ ചെയ്യാം. നിങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ഗെറ്റ് ടുഗദർ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോ ഒന്നിച്ചിരിക്കുന്നോ അപ്പൊ ഗെറ്റ് ടുഗദർ. ശരി. അതിരിക്കട്ടെ, നിന്റെ ജീപ്പ് എവിടെ? എന്റെ കല്യാണം കഴിഞ്ഞു. അപ്പൊ ജീപ്പ് യൂസ് ചെയ്യുന്ന അവളാണോ? ബൈക്ക് ഞാനാ യൂസ് ചെയ്യുന്നത്. ഓ, പ്ലീസ് ഡാ ചക്കരെ, വീട്ടിലേക്ക് വാ. ഈ ആംഗിളിൽ നിന്നെ കാണാൻ എന്ത് ഭംഗിയാന്നറിയോ? ചോക്ലേറ്റ്. ഓ ശരി, പോട്ടെ. നെക്ലസ്?
ചെക്കനാണേ ഒരു പെണ്ണാണേ. എടാ അവളെ കണ്ടോ? കണ്ടു, കല്യാണം കഴിഞ്ഞെന്ന് തോന്നുന്നു. അതാ പറഞ്ഞത്, കല്യാണത്തിന് ശേഷം അവൾ എന്നെ തന്നെ നോക്കുന്നത്. ഒന്ന് പോടാ. ലേസ് കഴിക്കുന്നു. ഇരുന്നിട്ടേ കഴിക്കുള്ളൂ, ഇരുന്നോണ്ടേ കഴിക്കുള്ളൂ. നമുക്ക് എന്തിനാ ചേട്ടാ വഴക്കൊക്കെ? തുളസി ഫോളോ മീ.